നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പേരിൽ രാജ്യസഭയിൽ കേന്ദ്രത്തിനെതിരെ ബ്രിട്ടാസ് നടത്തുന്ന യുദ്ധം ചെറുതൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ ഒരു നാട് കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ അവിടെയും രാഷ്ട്രീയം പറയാൻ കുറച്ച് ഉളുപ്പ് വേണം എന്ന് പറയാതിരിക്കാൻ വയ്യ. രാഷ്ട്രീയം പറയേണ്ട സമയമല്ലാഞ്ഞിട്ട് പോലും ഇതൊക്കെ ഇങ്ങനെ വിളമ്പുന്നത് അരോചകം തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലാണ് ജോൺ ബ്രിട്ടാസ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപകരമായ രൂക്ഷമായ രീതിയിലൊക്കെ വളരെ വലിയ പരാമർശങ്ങൾ നടത്തിയത്. 2018 പ്രളയത്തിൽ കേരളത്തിന് അനുവദിച്ച അരിക്ക് പോലും പണം വാങ്ങിയവരാണ് മോദി സർക്കാർ എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത് എന്നാണ് ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു വെച്ചത്. അവിടെയാണ് അമിത്ഷാ ബ്രിട്ടാസിനെ വായടപ്പിച്ചതും. ഒന്നും അറിയാതെ ഇങ്ങനെ വിളിച്ചു പോവാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിന് 7 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വ്യക്തമാക്കിയിരുന്നു. ഇതും ബ്രിട്ടാസിനെ ചൊടിപ്പിച്ചു. കേരളത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയ ഒഡീഷയും ഗുജറാത്തും അത് ഫലപ്രദമായി വിനിയോഗിച്ചതിനാൽ ഒരാളുടെ ജീവൻ പോലും ഇവിടെയൊന്നും നഷ്ടപ്പെട്ടില്ല എന്നും അമിത്ഷാ രാജ്യസഭയിൽ അറിയിച്ചു. കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ജൂലൈ 23 നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത്. ഒരാഴ്ച മുൻപ് NDRF സംഘത്തെയും ഇവിടേക്ക് അയച്ചിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ലെന്ന ആമുഖത്തോടു കൂടിയാണ് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി എടുത്തു പറഞ്ഞത്. 2 തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത്. ഈ മാസം 23-നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂലൈ 23-ന് 9 NDRF സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമെന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത്. ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല? കേരള സർക്കാർ എന്ത് ചെയ്തു എന്നും അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഇത്തരത്തിലുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് കുറയ്ക്കാമായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ടാകും. രാഷ്ട്രീയ ഭിന്നത മറന്ന കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് നിത്യാനന്ദ റായിയും പറഞ്ഞു. അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും KC വേണുഗോപാൽ MPയും പറഞ്ഞു. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത്. നിറയെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും വറ്റിവരണ്ട പുഴകളും കഠിനമായ പകൽച്ചൂടുമുള്ള വയനാട് അതിന്റെ നിയന്ത്രണങ്ങൾ പൊട്ടിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നു. എത്ര ജീവിതങ്ങളാണല്ലേ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്? ചെളിയിൽ പൂണ്ടുപോയ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു? ഇതുപോലൊരു ദുരന്തം വയനാട് കണ്ടിട്ടില്ല. ഓരോ കാലവർഷത്തിലെ ദുരന്തവും മുൻ വർഷത്തേക്കാൾ കഠിനമാവുകയാണ്, വലിയ വേദനയാവുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മോദി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് പിന്തുണയും ഐക്യദാർഢ്യവുമായി നിലകൊള്ളുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ഇത്രയും വലിയ ദുരന്തങ്ങളെ നേരിടാൻ അത്യാധുനിക മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഭാരതം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അത് കേരള സർക്കാരുകൾ അത് പ്രാബല്യത്തിൽ വരുത്തുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ഇതിലൂടെ എടുത്തു പറയുന്നത്. ദുരന്തങ്ങളിൽ ആളപായമില്ല എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന മോദിജിയുടെ പ്രതിജ്ഞ പിന്തുടർന്ന് കേരള സർക്കാരിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദുരന്തം നേരിടാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് NDRFനെയും വിന്യസിച്ചിരുന്നുവെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xലെ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കരനാവിക സേനയുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയോടുകൂടി 5000-ലേറെ മനുഷ്യരെ, 5000-ലേറെ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ വയനാട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.